എന്റെ ഈ അവസ്ഥ ഒരു പെണ്ണിനും ഉണ്ടാവാൻ പാടില്ല. നമ്മൾ ഒരുപാട് സ്നേഹിക്കുന്നവര് ജീവന് വേണ്ടി പോരാടുന്നു. എന്റെ കഥയുടെ അവസാനം സ്നേഹമാണെങ്കിൽ അതിന്റെ തുടക്കം എന്റെ മുത്തശ്ശൻ നാരായണമൂർത്തിയാണ്. നാരായണമൂർത്തി അതൊരു പേരല്ല, ഒരു നാടാണ്. അവിടെ ആർക്ക് എന്ത് പ്രശ്നമുണ്ടെങ്കിലും ഞങ്ങളുടെ വീട്ടിലേക്കാണ് വരാറ്. അമ്പലത്തിലെ ദൈവം പ്രശ്നങ്ങൾ കേൾക്കുമായിരിക്കും, പക്ഷെ ഞങ്ങളുടെ ദൈവം ആ പ്രശ്നം അവസാനിപ്പിക്കും. നിങ്ങളുടെ സ്ഥലത്തിന് പകരം ഞാൻ എന്റെ സ്ഥലം എഴുതി കൊടുക്കാം. സന്തോഷമായിട്ട് ജീവിക്കേ. അങ്ങുന്നേ ഒരു മിനിറ്റ് ഒന്ന് ആലോചിച്ച്. വാക്ക് കൊടുത്തതിന് ശേഷം ഇനി എന്താ ആലോചിക്കാൻ? എല്ലാവർക്കും ഇത് തിരിച്ചു കൊടുത്തേക്ക്. ശരി അങ്ങുന്നേ. അച്ഛൻ ചെയ്യുന്ന ഓരോ കാര്യവും അഭിമാനത്തോടെ നോക്കി നിൽക്കും എന്റെ അമ്മ ഇന്ദ്രാണി നാച്ചിയാർ, ദ ഗ്രേറ്റ് വുമൻ. അച്ഛാ, അച്ഛനെപ്പോഴും വാക്ക് വാക്കെന്ന് പറയാറില്ലേ? ഈ വാക്കെന്ന് പറയുന്നത് എന്താ? പറഞ്ഞുതരാം, ഇരിക്കെ. വാക്കെന്ന് വെച്ച ഒരു വിശ്വാസം ഉണ്ടെങ്കിൽ ധൈര്യമുണ്ട്. നമ്മൾ ആർക്കെങ്കിലും വാക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ ജീവൻ പോയാലും അത് പാലിക്കണം. മനസ്സുമെടുത്താലും നമുക്ക് ജീവിക്കാം, പക്ഷെ വാക്ക് പാലിക്കാത്ത നമുക്ക് ജീവിക്കാനേ പാടില്ല. മനസ്സിലായില്ല അല്ലേ? ശ്രീരാമനെ അറിയോ? അറിയാം, ദൈവം. ശ്രീരാമന്റെ അച്ഛൻ കൈകേയ്ക്ക് കൊടുത്ത വാക്ക് കാരണം 14 വർഷം വനവാസത്തിന് പോയി. തന്റെ അച്ഛന്റെ വാക്കിന് അത്രയും വില കൽപ്പിച്ചു. അതുകൊണ്ടാ അദ്ദേഹം ദൈവമായത്. അതേപോലെ തന്നെ ബലിചക്രവർത്തിയും കൊടുത്ത വാക്ക് പാലിക്കാൻ തന്റെ ജീവൻ പോലും ത്യജിച്ചില്ലേ, പക്ഷെ പറഞ്ഞ വാക്ക് തെറ്റിച്ചില്ല. മോളും എനിക്കൊരു വാക്കുതാ, നന്നായിട്ട് പഠിക്കുമെന്ന്. നല്ലോണം പഠിച്ചോളാം അച്ഛാ. അച്ഛൻ പറയുന്നത് പോലെ മനസ്സുമടുത്ത് ജീവിക്കേണ്ടി വന്നാലും കൊടുത്ത വാക്ക് ഒരിക്കലും തെറ്റിക്കില്ല. അങ്ങനെ, അതാണ് എന്റെ മിടുക്കിക്കുട്ടി. ചെറുപ്പം തൊട്ട് അച്ഛനെ കണ്ടു വളർന്ന എന്റെ അമ്മയ്ക്ക് ഒരു പ്രത്യേക സാഹചര്യത്തിൽ തന്റെ അച്ഛൻ ഒരു വാക്ക് കൊടുക്കേണ്ടി വന്നു. എന്റെ ജീവനുള്ളത്ര നാള് ഈ നാടാണ് എന്റെ എല്ലാം വിചാരിച്ചു. നാളെ എനിക്ക് ശേഷം ഇതെല്ലാം ആര് നോക്കി നടത്തും മോളെ? അച്ഛനൊന്നും സംഭവിക്കില്ല. ഒരമ്മയുടെ സ്ഥാനത്തിരുന്ന് ഞാനെല്ലാം നോക്കിക്കോളാം. ഞാൻ അച്ഛന് വാക്ക് തരുന്നു. ഒരു പക്ഷെ മരിക്കേണ്ടി വന്നാൽ പോലും അച്ഛന് തന്ന വാക്ക് ഞാൻ തെറ്റിക്കില്ല. തന്റെ അച്ഛന് വേണ്ടി വാക്ക് കൊടുത്തു എന്നല്ലാതെ കൊടുത്ത വാക്കിന് വേണ്ടി ഏതൊരു പെണ്ണിനും ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യം എന്റെ അമ്മ ചെയ്തു. എപ്പോ നോക്കിയാലും നാടെന്ന് പറഞ്ഞോണ്ടിരിക്ക. മരിച്ചവരെ ഒരുക്കുന്നത് നാട്ടുകാർക്ക് നന്മ ചെയ്യുന്നതും എല്ലാം ഒന്ന് തന്നെയാ. എന്റെ അച്ഛൻ മരിക്കുമ്പോൾ പണത്തെയല്ല കൊണ്ടുപോയത്, നല്ല പേരോടുകൂടിയാ പോയത്. മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുമ്പോഴാ സന്തോഷത്തോടെ മരിക്കാൻ സാധിക്കുക. ഓ മതി നിന്റെ പുരാണം മറിച്ചല്. വേണ്ടാത്ത സംസാരം എന്തിനാ? ഞാനാണ് നിനക്ക് വേണ്ടെങ്കിൽ നിനക്ക് ഇവിടെ താമസിക്കാം. നാടാണ് നിനക്ക് വേണ്ടെങ്കിൽ അങ്ങോട്ടേക്ക് പോക്കോ. ഞാൻ വന്നാ നിങ്ങൾ സന്തോഷിക്കുമെന്നാ കരുതിയത്. വിവാഹമോചനം തരേണ്ടി വരുമെന്ന് കരുതിയില്ല. ഞാൻ പേപ്പേഴ്സ് അയക്കാം, അതിൽ സൈൻ ചെയ്ത് സന്തോഷിച്ചോ. ഒരു മിനിറ്റ്, ഇത് തന്നെയാണോ നിന്റെ തീരുമാനം? നന്നായിട്ട് ആലോചിച്ച് നോക്കിയോ നാച്ചിയാർ? വാക്ക് തന്ന ശേഷം ഞാൻ എന്തിനാലോചിക്കണം? എനിക്ക് ആദ്യം ഒരു വാക്ക്, രണ്ടാമതൊരു വാക്കെന്നില്ല. ഒരേ ഒരു വാക്കേ ഉള്ളൂ. അഥവാ മരിക്കേണ്ടി വന്നാൽ പോലും തന്ന വാക്ക് ഞാൻ പാലിക്കും. എന്റെ അച്ഛനെ ഉപേക്ഷിച്ചു എന്നല്ലാതെ അമ്മയുടെ അച്ഛന് കൊടുത്ത വാക്ക് അമ്മ തെറ്റിച്ചില്ല. സ്വന്തം നാടിന് പ്രാധാന്യം കൊടുത്ത് ജനങ്ങളുടെ സന്തോഷത്തിന് വേണ്ടി അമ്മ എപ്പോഴും കൂടെ നിന്നു. നാരായണമൂർത്തി ഇല്ല എന്നുള്ള ചിന്ത അമ്മ മാറ്റുകയായിരുന്നു. ജനങ്ങൾക്ക് എന്തൊരു പ്രശ്നം ഉണ്ടായാലും കണ്ണീരൊഴുക്കുന്നത് അമ്മയായിരിക്കും. നല്ലത് ചെയ്യുന്നവർക്ക് മഹാലക്ഷ്മിയായും ചീത്തത് ചെയ്യുന്നവർക്ക് മഹാകാളിയായി നിന്നു. നല്ലത് ചെയ്യുന്നവരോട് സ്നേഹത്തോടും ചീത്തത് ചെയ്യുന്നവരോട് കയർത്ത് കയറുകയും ചെയ്യും. അതായിരുന്നു അമ്മയുടെ സ്വഭാവം. കളിച്ചു നടക്കേണ്ട പ്രായത്തിൽ അമ്മയുടെ ഒപ്പം നിൽക്കുന്നല്ലേ, അത് ഞാനാ.
ഝാൻസി റാണിയുടെ ആത്മകഥ വളരെ പഴയതാണെങ്കിൽ ഈ മഹാലക്ഷ്മിയുടെ ആത്മകഥ പുതിയതാണ്. ഈ എന്റെ കഥ. മാറിക്കൊടുക്ക്, നാച്ചാരമ്മയുടെ മോള് വന്നു. എടാ, നാച്ചിയാരമ്മയുടെ മോള് വന്നൂടാ. ഞാൻ നാച്ചിയറമ്മയുടെ മോളായതുകൊണ്ട് എന്റെ അടുത്ത് ആരും ഇരുന്നില്ല. ആരും പോയി ഇരിക്കല്ലേ. എടാ ബാലരാജേ, അങ്ങോട്ട് പോവല്ലേ. നാച്ചരമ്മയുടെ മോളായതുകൊണ്ട് അതിനെന്താ, നമ്മളും ഫീസ് അടിച്ച് വന്നവരല്ലേ. എല്ലാവരും എന്നെ ഒരു മഹാറാണിയെ പോലെ കണ്ടപ്പോ ഇവ മാത്രം എന്നെ സാധാരണ ഒരു കുട്ടിയെ പോലെ കണ്ടു. ഏയ് കുട്ടി, ഞങ്ങളൊക്കെ എന്താ റേഷനരി വാങ്ങാൻ വന്ന് നിൽക്കുകയാണോ? ഹൈ, അത് നാച്ചേരമ്മയുടെ മോളാ. ഞാൻ ലക്ഷ്മിയുടെ മോനാ. അപ്പൊ ഞാനും പോട്ടെ. ആ, ഇത് നോക്ക് തിരുമേനി, ഇവിടെയുള്ള എല്ലാവർക്കും അച്ഛനും അമ്മയൊക്കെ ഉള്ളതാ. പക്ഷെ നാച്ചിയറമ്മ ഈ നാടിന്റെ തലവ് മാത്രമാണ്, ദൈവത്തിന്റെ അല്ല. ഇവിടെ എല്ലാരും സമമാണ്. എടാ, സ്വാമി, ഞാൻ ലൈനിൽ തന്നെ നിന്നോളാം. അതല്ല മോളെ. അതൊന്നും സാരമല്ല സ്വാമി. മംഗളം ഭവിക്കട്ടെ. ഇന്നാടാ പിടിച്ചോ. ഇന്നാ ഇതും കൂടെ. ഹായ്, എന്റെ പേര് മഹാലക്ഷ്മി. അതല്ലല്ലോ നിന്റെ പേര്. ആര് പറഞ്ഞു? എന്റെ പേര് തന്നെയാ. ഒരു മിനിറ്റ്. ചേച്ചി, ഈ കുട്ടിയുടെ പേരെന്താണെന്ന് അറിയോ? എനക്കെന്താ അറിയാണ്ട്, നാച്ചിയമ്മയുടെ മോളല്ലേ. ആ മുത്തശ്ശ, എന്താ മോനെ? ഈ കുട്ടിയുടെ പേരെന്താണെന്ന് അറിയോ? നാച്ചാരമ്മയുടെ മോളാ. ഇപ്പൊ മനസ്സിലായില്ലേ നിന്റെ പേരെന്താണെന്ന്? അത് മനസ്സിലായി. അതിരിക്കട്ടെ, നിന്റെ പേരെന്താ? ബാൽരാജ്. ബൂട്ട് കട്ട് ബാൽരാജ്. ബൂട്ട് കട്ട് നല്ല വീട്ടുപേരാ. അല്ല, എന്റെ പാന്റിന്റെ പേരാ. സൽമാൻ ഖാന്റെ സിനിമയൊക്കെ കണ്ട് ഞാൻ ബൂട്ട് കട്ട് ഇടാൻ തുടങ്ങി. അപ്പം മുതൽ ബാൽരാജ് ബൂട്ട് കട്ട് ബാൽരാജ് ആയിട്ട് മാറി. ഭാഗ്യം, സൂപ്പർമാൻ പടമൊന്നും കണ്ട് വളരാത്ത. ആ ഫ്രണ്ട്സ്? ഫ്രണ്ട്സ്. ദൈവം ഇവിടെയുണ്ട്, നാട്ടുകാരും ഇവിടെ തന്നെ ഉണ്ട്, തിരുമേനിയും വന്നു കഴിഞ്ഞു. ഇനി ആരെയും കാത്തു നിൽക്കുന്നത്? പൂജ ചെയ്യണമെങ്കിലേ മൂർത്തിയും പോറ്റിയും മാത്രം ഉണ്ടായാ പോരാ, ഒരാള് വരണോന്നോ? ആദ്യത്തെ തേങ്ങ അവൻ തന്നെ ഉടക്കണം. ആദ്യത്തെ പൂജയും അവന്റെ കൈ കൊണ്ട് തന്നെ നടക്കണം. അതാരാ അത്? അത്രയ്ക്ക് പ്രധാനപ്പെട്ട ആള്? ഞാനിപ്പോ ആരുടെ പേര് പറഞ്ഞ ഈ നാട്ടുകാരൊക്കെ സന്തോഷത്തിൽ തുള്ളിച്ചാടുവോ? ഞാനിപ്പോ ആരുടെ പേര് പറഞ്ഞ കൊച്ചു കൊച്ചു കുട്ടികൾ പോലും തുള്ളിച്ചാടി സന്തോഷത്തിൽ ഓടി വരുവോ? ആരുടെ പേര് പറഞ്ഞ മരിച്ചുപോയ ശരീരം പോലും എണീറ്റ് ഡാൻസ് കളിക്കോ? അവനാണ് ഞങ്ങളുടെ ബൂട്ട് കട്ട് ബാൽരാജ്.